കഴിഞ്ഞ ദിവസം വൈകുന്നേരം തൊട്ട് ഇന്ന് പുലർച്ചെ വരെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 3 അപ്ഡേറ്റുകളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കളങ്കാവൽ എന്നാണ് ടൈറ്റിൽ. വിനായകൻ, മമ്മൂട്ടി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. മമ്മൂട്ടി വില്ലനാണോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ ഈ പോസ്റ്ററിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യം വിനായകൻ്റെ പോസ്റ്റർ വരുന്നു, തൊട്ടടുത്ത് പിന്നാലെ മമ്മൂട്ടിയുടെ പോസ്റ്റർ വരുന്നു. മമ്മൂട്ടിയുടെ പോസ്റ്റർ വന്നതിന് പിന്നാലെ വിനായകൻ്റെ പോസ്റ്റർ നീക്കം ചെയ്യുന്നു, പിന്നെ വീണ്ടും വിനായകൻ്റെ പോസ്റ്റർ വരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും വിനായകൻ്റെയും മമ്മൂട്ടിയുടെയും പോസ്റ്റർ എത്തിയിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടിയുടെ ലുക്ക് വളരെയധികം ചർച്ചയാവുകയാണ്. കാരണം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെയുള്ള ആ പിക്ക് വലിയ ചർച്ചയായിരുന്നു. പക്ഷേ പിന്നാലെ ഈ പോസ്റ്ററിലും കൂടെ വന്നപ്പോഴേക്കും വളരെ ഡെവിലിഷ് ആയിട്ട് മമ്മൂട്ടിയെ ആ പോസ്റ്ററിൽ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു ബ്രഹ്മയുഗം റിലീസ് ചെയ്ത് 1 വർഷം പിന്നിടുന്നത്. കൊടുമൺ പോറ്റിയായിട്ട് അത്രയധികം മലയാളി പ്രേക്ഷകരെ ഞെട്ടിത്തെരിപ്പിച്ച, പേടിപ്പിച്ച മമ്മൂട്ടി വീണ്ടും ഒരു 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 രുദ്രഭാവത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ആണ് ആ പോസ്റ്ററിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. ഒരു വിരട്ടുന്ന മമ്മൂട്ടിയാണ് ആ പോസ്റ്ററിൽ, അത് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ കളങ്കാവൽ ആ ടൈറ്റിലിന് പിന്നാലെയും എന്താണ് ആ ടൈറ്റിലിൻ്റെ അർത്ഥം, ഐതിഹ്യങ്ങൾ, ഈ ടൈറ്റിൽ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങുകളൊക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മമ്മൂട്ടി പ്രൊഡക്ഷൻ കമ്പനിയുടെ 7ാമത്തെ ചിത്രവും കൂടിയാണത്. മമ്മൂട്ടി വില്ലൻ, വിനായകൻ നായകനാണോ, ഈ സംശയങ്ങളൊക്കെ ഉയരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് വരുന്നത് ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 21-നാണ് ചിത്രം റിലീസിനെത്തുന്നത്. ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായിട്ടാണ്. മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം ഒരു ഫാമിലി ഓഡിയൻസിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഉണ്ണി മുകുന്ദൻ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നിഖില, വിമൻ, ചെമ്പൻ, വിനോദ് ജോസ്, ജോണി ആൻ്റണി, ഫറാസ് ഷിബ്ല, അങ്ങനെ ഒരു വലിയ താരനിര ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സുധീഷ് ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ ഒരു പ്രധാനപ്പെട്ട വിശേഷം. അടുത്ത ആഴ്ച ചിത്രം റിലീസിനെത്തുകയാണ്. ഫാമിലി ഓഡിയൻസ് മാത്രമാണ് ലക്ഷ്യം. ഉണ്ണി മുകുന്ദൻ പറഞ്ഞതുപോലെ തന്നെ മാർക്കോയുടെ ഹാങ് ഓവർ ഒക്കെ മാറ്റിവെക്കുക. ഇത് അങ്ങനത്തെ സർട്ടിഫൈഡ് സിനിമയോ ബ്ലഡ് ഷെഡ് സിനിമയോ ഒന്നുമല്ല. ഫാമിലി ഓഡിയൻസ്, കുടുംബ പ്രേക്ഷകർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഗെറ്റ് സെറ്റ് ബേബി അണിയറയിൽ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. തേർഡ് ആൻഡ് ദ ലാസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വരുന്നത് നിവിൻ പോളി ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. കാരണം നിവിൻ പോളി കുറച്ച് നാളുകളായിട്ട് സിനിമാ ഫീൽഡിൽ ഇല്ല. വർഷങ്ങൾക്ക് ശേഷത്തിൽ പോലും ഒരു ക്യാമിയോ വേഷമാണ്. അതിന് പിന്നാലെ അതിന് മുന്നേ വന്ന സിനിമകളൊക്കെ തന്നെ തിയേറ്ററിൽ പരാജയമായി മാറുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിവിൻ പോളി ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ഇന്ന് രാവിലെ 11 മണിക്ക് പുറത്തുവിടുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്ന ഒരു ഘട്ടത്തിൽ എന്തായിരിക്കാം നിവിൻ പോളി നൽകുന്ന സർപ്രൈസ് എലമെൻ്റ് എന്നുള്ളത് സംശയമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിവിൻ തന്നെ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ വളരെ മെലിഞ്ഞുണങ്ങി ആ തടിയൊക്കെ മാറ്റിക്കൊണ്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയതിന് പിന്നാലെ 6 പാക്ക് ഒക്കെ ആയിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിവിൻ പോളി കഴിഞ്ഞ ദിവസം എത്തിയത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്ററും വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ചന്ദ്രിക എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ ആദിത്യ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് ഈ ഒരു കംബാക്ക് എന്ന് പറയേണ്ടി വരും. മൾട്ടിവേഴ്സ് മന്മഥൻ എന്നാണ് ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ. അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ എത്തുന്നത് എന്നുള്ള പ്രത്യേകതയോടുകൂടിയാണ് ഈ ചിത്രം എത്തുന്നതെന്നാണ് നിവിൻ പോളിയുടെ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ മൂവി എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ട്. ആ പോസ്റ്ററിൽ തന്നെ ഒരുപാട് ദുരൂഹതകളൊക്കെ നിറഞ്ഞൊരു പോസ്റ്ററാണ്. ഒരു മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചിലേക്ക് കാണുന്ന ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ത്യാസ് ഫസ്റ്റ് മൾട്ടിവേഴ്സ് മൂവി മലയാളത്തിൽ നിന്ന് വരുമ്പോൾ ഒരു സന്തോഷം. എന്തായാലും എങ്കിലും ചന്ദ്രിക എന്ന ചിത്രത്തിന് ശേഷം ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന ചിത്രവും കൂടിയാണിത്. അതാണ് നിവിൻ പോളി ചിത്രം ആയ മൾട്ടിവേഴ്സ് മന്മഥൻ്റെ ഒരു അപ്ഡേറ്റ്. അങ്ങനെ ഈ 3 അപ്ഡേറ്റുകൾ തുടരെയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുകയാണ്. ഇത് 3മാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മലയാള സിനിമാ ലോകത്ത് ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന അപ്ഡേറ്റുകൾ.